മാം BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റുമല്ലോ, എന്താ പറ്റാത്തെ? നമ്മൾ ഈ ജർമ്മനിയിൽ PG ഫ്രീ എഡ്യൂക്കേഷൻ എന്നൊക്കെ കേൾക്കുന്നില്ലേ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ. അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് BA ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ചില കോഴ്സസുകൾ എടുത്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് BCom പഠിച്ചാലോ BBA പഠിച്ചാലോ BA ഇംഗ്ലീഷ് പഠിച്ചാലോ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ആംഗ്ലോഫോൺ സ്റ്റഡീസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എംപിറിക്കൽ ഇംഗ്ലീഷിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഈ എംപിറിക്കൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് എംപിറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച്, എംപിറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഡാറ്റ അനാലിസിസ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ, ഈ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ യൂസേജിനെ മനസ്സിലാക്കി കാണുന്നതിനെയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്പെഷ്യലൈസേഷൻസ് നമുക്ക് PGയിൽ പോസിബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ചോദിച്ചത് തന്നെ ചിലരുടെയെങ്കിലും മനസ്സിലുള്ളൊരു ധാരണ കൊണ്ടായിരിക്കാം ഇല്ലേ, ഈ ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് എൻജിനീയറിംഗ് കഴിഞ്ഞാൽ മാത്രമാണ് ജർമ്മനിയിൽ പഠിക്കാൻ പറ്റുക. അങ്ങനെയല്ല, നോൺ എൻജിനീയറിംഗ് കുട്ടികൾക്കും പോകാൻ പറ്റും. അത് ഏത് സമയത്തും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിനൊന്നും നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ 3rd ഇയർ ഫൈനൽ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ഫൈനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കയ്യിൽ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ബട്ട് ലാസ്റ്റ് ഇയർ അവസാനിക്കാറാകുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ എൻക്വയറി എങ്കിലും നിങ്ങൾ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ചില കുട്ടികളുണ്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി കൃത്യമായിട്ട് അവർ പോകുന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ചിലർ ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുവന്നിട്ട് അതായത് ഇപ്പോൾ അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അഡ്മിഷൻ എടുക്കുന്ന പോലെ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഈ ഫ്രീ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ജർമ്മനിക്ക് പറക്കാനാവില്ല. അപ്പോൾ അത് നേരത്തെ കാലത്ത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് അറിയണം കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ കോൺടാക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.